അങ്ങനെ കളങ്കാവൽ കണ്ടു. നെഗറ്റിവിറ്റി പറയട്ടോ ഫസ്റ്റ്. അതായത് എനിക്ക് എന്താ തോന്നിയത്, കുറച്ച് ലാഗ്, പിന്നെ കുറച്ചൊരു റിപ്പീറ്റഡ്ലി കുറച്ച് സംഭവം. അല്ലാതെ എനിക്ക് വേറെ ഒരു ഇത് തന്നില്ല. പിന്നെ ഹൈ തരേണ്ട അടുത്ത് ഹൈ തന്നിട്ടുണ്ട്. എനിക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു മൊത്തം. അതായത് സംഭവം നമുക്ക് വില്ലനെ അറിയാം, പക്ഷേ ഈ ഇതെങ്ങനെ കൊണ്ടുപോകുന്നു, എങ്ങനെ ഇത് എന്താ ഈ സംഭവം കൊണ്ടുപോകുന്നു എന്ന് കാണാൻ വേണ്ടിയിരുന്നപ്പോൾ ആ ഒരു കാഴ്ച ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ക്വാളിറ്റി, മമ്മൂട്ടി കമ്പനിയുടെ ക്വാളിറ്റി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്, അത്ര പറയാമല്ലോ. കാരണം മമ്മൂട്ടിയാണ് അറിയാലോ, അതുപോലെ മമ്മൂട്ടി കമ്പനിയാണ് അറിയാലോ എന്നിനി പറയാം. അത്രയും ലെവൽ ഓഫ് മേക്കിംഗ് അത്ര പറയുള്ളൂ. പിന്നെ ഓരോ മമ്മൂക്കാൻ്റെ എക്സ്പ്രഷൻസ്, ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു, കാരണം നമ്മളുടെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ മമ്മൂക്ക ആ ഒരു ക്യാരക്ടറായിട്ട് മാറും. നമുക്ക് ആ ഒരു ക്യാരക്ടർ നമുക്ക് ഒരിക്കലും മമ്മൂട്ടിനെ കാണാൻ പറ്റില്ല. ആ ഒരു കംപ്ലീറ്റ്ലി ഈസ് ദാറ്റ് ക്യാരക്ടർ, അത്രേ ഉള്ളൂ. ആ ഒരു ക്യാരക്ടറാണ് ചങ്ങായി. അതുപോലെ നത്ത് എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നത്ത് എന്ന് പറഞ്ഞാൽ വിനായകൻ, ഞാൻ പറയാം വിനായകൻ. കാരണം ഒരു ചെയ്ത രീതിയുണ്ട്. കാരണം ഒരു നടത്തത്തിലും ഒരു സംസാരത്തിലും ചെറിയ ഞാൻ പറഞ്ഞേ, ഞാൻ ശരിക്കും വിനായകൻ ഇതിൽ എന്ത് ചെയ്തു എന്ന് കാണാൻ വേണ്ടി പോയതാണ്. നമുക്ക് ചെയ്യുന്നത് എനിക്കറിയാം, എനിക്ക് കൂടുതൽ അത്ഭുതം തോന്നിയില്ല. പക്ഷേ വിനായകൻ എന്ത് ചെയ്യുന്നു അത് എനിക്ക് സംതൃപ്തിയായി. എനിക്കത് ഭയങ്കര കിട്ടി, എനിക്ക് സാറ്റിസ്ഫിക്കേഷൻ. അതിന് മേലെ എനിക്ക് ഒന്നുമില്ല. ഞാൻ വിനായകനെ കാണാൻ വേണ്ടി പോയി, വിനായകനെ എനിക്ക് കിട്ടി. നല്ല ഒരു, കാരണം ആ ചെറിയ രീതിക്കൊക്കെ ഒരു സംസാരിക്കുന്ന രീതി, ഒരു പോലീസ്, നമുക്ക് ഒരു ഒരു ഇതില്ല, ഒരു മേലേക്കോ ഒരു താഴേക്കോ പോക്കില്ല. കറക്റ്റ് നമുക്കൊരു വെറുപ്പിക്കാത്ത രീതിയിലും വിനായകൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സ് ലേഡീസായി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചില റിവ്യൂവേഴ്സ് പറയുന്നുണ്ട് മമ്മൂക്കൻ്റെ പ്രായം അതെങ്ങനെ ഈ പെണ്ണുങ്ങൾ ഇതാക്കുന്നത്. നമുക്ക് അതിൽ കുറേ കാര്യങ്ങളുണ്ട്, അതെങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്, കാരണം ഏതൊക്കെ തരം പെണ്ണുങ്ങളാണ്, എങ്ങനത്തെ തരം പെണ്ണുങ്ങളാണ്, വീഡിയോ ഏതൊക്കെയാണ്, അതായത് ആ വിധിക്കൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഓൾറെഡി ഇത് സംഭവം കൂടിപ്പോയി, അപ്പോൾ വീണ്ടും കൂടാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ മാക്സിമം കിട്ടുന്ന ടൈം നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എഡിറ്റിംഗ് പക്കയായിരുന്നു. കാരണം നമുക്കൊരു ട്രാൻസിഷൻ, ആ ട്രാൻസിഷൻ ഭയങ്കര രസമായിരുന്നു കാണാൻ. നമുക്ക് ആ സിനിമ ഒരു ക്വാളിറ്റി, നമുക്ക് ആ ഒരു സ്ക്രീനിൽ കാണാൻ ഭയങ്കര രസമായിരുന്നു. അതായത് മമ്മൂക്കൻ്റെ കാറ് വരെ അഭിനയിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കാരണം അത്രയും പെർഫെക്റ്റ് പടം, അതിന് മേലില്ല. അതായത് ഒരു മസ്റ്റ് വാച്ചാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു പെർഫെക്റ്റ് പടം കണ്ടാൽ നിങ്ങൾക്ക് പൈസ പോവില്ല, അവരുടെ കാര്യം പറയാനുള്ളൂ. സെറ്റാണ്, സിനിമയ്ക്ക് വേണ്ട എല്ലാം ഉണ്ട്. ഒരു സിനിമയായിട്ട് കാണുക. താങ്ക് യു.